അങ്ങനെ 5 ലക്ഷം കൊടുത്തു. അപ്പോൾ നമ്മൾ ഡ്രസ്സൊന്നും ചേഞ്ച് ചെയ്തിട്ടില്ല. ഇപ്പോൾ ഇവിടുത്തെ 1:30 മണിയായി, നാട്ടിലത്തെ 12:30. ഇതാണ് നമ്മുടെ പുതിയ ഹോസ്റ്റൽ. ഓക്കെ, ഡനാങ്ങിലാണ് ഇപ്പോൾ നമ്മളുള്ളത്. അപ്പോൾ ഒന്ന് ഫ്രഷ് ആവട്ടെ, എന്നിട്ട് ബാക്കി കാര്യങ്ങളൊക്കെ കാണിച്ചിട്ടുണ്ട് കേട്ടോ. സോ അപ്പോൾ നമ്മളിപ്പോൾ കിടന്നുറങ്ങാൻ വേണ്ടി പോവാണ്. ഓക്കെ, ഇതാണ് നമ്മളെ ഒറ്റമുറി. ചാർജ് റീഡിങ് ലൈറ്റ് ഉണ്ട്, ചാർജറുണ്ട്, ചാർജറല്ല ചാർജിങ് പോർട്ട് സംഭവങ്ങൾ. അപ്പം ഇനി കുറച്ച് നേരം കിടന്നുറങ്ങണം. ഹലോ, ഗുഡ് മോർണിംഗ്. ഇന്നലെ നമ്മൾ കിടന്ന റൂമാണിത്. ഓക്കെ, സമയം ഇവിടെ 9 മണിയായി. നമുക്ക് ഡ്രസ്സൊക്കെ വെക്കാനുള്ള ലോക്കറാണ്. അവിടെ എല്ലാവരും ഉറങ്ങുന്നുണ്ടാകാൻ എല്ലാവരും സംസാരിക്കുന്നത്. പിന്നെ ഇതിന് നമുക്ക് കൂട്ട് എന്തെങ്കിലും കയ്യിൽ വെക്കുക, യാത്ര ചെയ്യുന്ന സമയത്ത് ലോക്കർ കയ്യിൽ വെക്കുക. പിന്നെ ഡ്രസ്സുകളുടെ തിരുമ്പിട്ടിയും പുറത്ത് നല്ല കാറ്റുണ്ട്, ചെറിയ രീതിയിൽ കാറ്റുണ്ട്, ഫ്രഷായിട്ട് ഉണ്ടാകും. അപ്പോൾ അതാണ് നമ്മളിന്ന് സ്റ്റേ ചെയ്യുന്ന റൂം. നിങ്ങൾ ആദ്യം കണ്ടൊരു വീഡിയോ ഉണ്ടല്ലോ, ജസ്റ്റ് ഇൻട്രോ പറയണേ, അത് ഇന്നലെ എടുത്താണ്. ഇന്നലെ എത്ര മണിക്കൂർ ഉറങ്ങിയാലും ഇന്നലെ ഞാൻ റൂമിലേക്ക് എത്തിയ സമയത്ത് ഏകദേശം ഒരു 9 സംതിങ് എത്തിയിട്ടുണ്ട്. ഇവിടുത്തെ 9 സംതിങ് അവിടെ എത്തിയിട്ടുണ്ട്. 9-10 മണിയാകുമ്പോൾ ഇവിടെ എത്തിയിട്ടുണ്ട്. റൂം കിട്ടിയത് അപ്പുറത്തെ ആൾക്കാർ ഉറങ്ങുന്നുണ്ട്, മെല്ലെ വർത്താനം പറയാൻ വേണ്ടിയുള്ളൂ. അപ്പോൾ റൂം കിട്ടിയത് 2 മണിക്കാണ് കിട്ടേണ്ടത്. അപ്പോൾ ഇവിടുത്തെ പെണ്ണ്, അതായത് റിസപ്ഷൻസ് സ്റ്റാഫ് പറഞ്ഞത് നമ്മളൊരു 1 മണിയാകുമ്പോഴത്തേന് തരാമെന്ന് പറഞ്ഞു. 1:30 കിട്ടി. അപ്പോൾ അപ്പണ്ട് ഉറങ്ങിയതാണ് ഞാൻ. ഏകദേശം കുളിച്ച് മാറ്റി ഫ്രഷായി 4 മണിക്ക് 4-4:30ക്കാണ് ഉറങ്ങുന്നത്. നീക്കണത് രാവിലെ 7-8 മണിക്ക്. 15-16 മണിക്കൂർ ഞാൻ ഉറങ്ങി. എനിക്ക് കാരണമുണ്ട്. കാരണം എന്താ പറയുമോ, ഞാൻ ഹോച്ചിമിൻ സിറ്റി ആയ സമയത്ത് ഉറക്കം കുറവാണ്. കാരണം അവിടെ ഫുള്ള് നൈറ്റ് ലൈഫ് കാര്യങ്ങളൊക്കെ ആയിട്ട് അങ്ങനെ അത് കറങ്ങാൻ വേണ്ടി പോയി. അത് കഴിഞ്ഞ് റൂമിലെത്തി കഴിഞ്ഞാൽ കുറേ വീഡിയോസ്. ഇപ്പം നമ്മൾ ആദ്യമായിട്ടൊക്കെ ഒരു വ്ളോഗറായിട്ടില്ല, ആയിക്കൊണ്ടിരിക്കുകയാണ്. ഇങ്ങനെ വീഡിയോ എഡിറ്റ് ചെയ്യണത്. എത്രങ്ങാനും വീഡിയോ ഞാൻ എഡിറ്റ് ചെയ്തത്, 9 വീഡിയോ ഞാൻ ഇന്നലെ തന്നെ അപ്ലോഡ് ചെയ്തു. അപ്പോൾ അത്രയും എനിക്കിഷ്ടമായതുകൊണ്ടാണ് അത്രയും ഫാസ്റ്റായിട്ട് വീഡിയോസ്. പിന്നെ 360 എടുക്കുന്ന വീഡിയോസ്, ഇതല്ല 360 വണ്ടിയാണിത്, ബാഗിലുണ്ട്. അതിലെടുക്കുന്ന വീഡിയോസ് ആകുമ്പോൾ അതിന് ഫോണിൽ കണക്ട് ചെയ്യണം, ഫോണിൽ നിന്ന് പിന്നെ എഡിറ്റ് ചെയ്യണം, കുറച്ച് ടൈം എടുക്കും. അപ്പോൾ അങ്ങനെ ഇറങ്ങി 3-4 മണിക്കൂർ ഇറങ്ങിയിട്ടുള്ളൂ. അപ്പോൾ ടയർഡ്നെസ് ഒക്കെ മാറ്റി. ഓക്കെ, ഇപ്പോൾ കുറച്ച് വെള്ളം കുടിച്ചു. വെള്ളക്കുപ്പി ഒന്ന് എടുക്കാണ്ട്, വെള്ളക്കുപ്പി എടുത്ത് കുറച്ച് വെള്ളം കുടിക്കണം. എന്നിട്ട് നമ്മൾ നേരെ ഇനി ഇവിടുന്ന് ഹോയാൻ എന്ന സ്ഥലത്തേക്കാണ് പോകുന്നത് കേട്ടോ. അപ്പോൾ പോണ വഴിക്കുള്ള കാഴ്ച കാണാം. ആദ്യമായിട്ടാണ് നമ്മൾ വീഡിയോ കാണണമെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യ്, സബ്സ്ക്രൈബ് ചെയ്യ്, ജസ്റ്റ് ഒരു കമൻറ്റ് ഇടി. ഓക്കെ, ഇതൊരു റിക്വസ്റ്റാണ്. അപ്പോൾ ഇനി പോണ വഴിക്കുള്ള കാഴ്ചകൾ കാണാം. ഓക്കെ, ഫുള്ള് നീറ്റ് ആൻഡ് ക്ലീൻ ഉണ്ടോ ഹോസ്റ്റലുകൾ ആണോ. ഇതിപ്പോൾ നമ്മളെ അതിൻ്റെ ഉള്ളിലാണ് നമ്മൾ സ്റ്റേ ചെയ്തിരുന്നത്. നമ്മൾ വാട്ടർ ബോട്ടിലെടുത്തു, സ്റ്റിക്ക് എടുത്തു, പിന്നെ ചെരുപ്പൊക്കെ പുറത്ത് വെച്ചിട്ട് കയറണം. അത് നമ്മൾ നേരെ പുറത്തേക്ക് പോകണം. ഓക്കെ, ഇവിടെ തന്നെ പ്രൈവറ്റ് റൂം വേണ്ട ആൾക്കാർക്ക് പ്രൈവറ്റ് റൂമുണ്ട്. ഒക്കെ ഉണ്ട്. അപ്പോൾ ഇതാണ് നമ്മൾ പുറത്തുനിന്ന് ഇറങ്ങുന്ന വ്യൂ. നമ്മളെ ഹോസ്റ്റലിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങി കഴിഞ്ഞാൽ ഇന്നലെ നമ്മൾ പോയിന് ആ സൈഡിലേക്ക്. ആ സൈഡിൽ പോയി കഴിഞ്ഞാൽ അവിടെ ബീച്ചൊക്കെയാണ്. അപ്പോൾ നമ്മൾ ഇവിടുന്ന് ഇനി അല്ല ആ സൈഡിൽ തന്നെ പോവാം. അപ്പോൾ ഇതൊക്കെയാണ് ഇവിടുത്തെ കാഴ്ചകൾ. ഫുള്ള് ടൂറിസ്റ്റാണ്, ഫോറിനേഴ്സാണ് എന്ന് വിചാരിച്ചിട്ട് മറ്റുള്ള രാജ്യങ്ങളിലേക്ക് നമ്മൾ പോകുന്ന പോലുള്ള ഭീമമായിട്ടുള്ള എമൗണ്ടും കാര്യങ്ങളൊന്നുമില്ല. ഇന്നലെ നമ്മൾ ഹെയർ കട്ട് ചെയ്ത കടയാണ് അത്. അപ്പോൾ നമ്മൾ അതാണ് ബീച്ച്, അതാണ് മേക്കെ ബീച്ച് എന്ന് പറഞ്ഞ ബീച്ച് ആണോ. അവിടെ നമുക്ക് നൈറ്റ് പോവാം. അപ്പോൾ നമ്മളെന്തെങ്കിലും കഴിക്കാൻ വേണ്ടിയിട്ട് ട്രൈ ചെയ്യാം. ഓക്കെ, അപ്പോൾ ഇവിടെ നമ്മൾ ഫുഡ് കഴിക്കാൻ വേണ്ടി വന്നതാണ്. പക്ഷേ ഇത് പോർക്കാണ്, ഇത് റൈസാണ്. പക്ഷെ പന്നിയും കൂട്ടില്ല. അപ്പോൾ എനിക്ക് വേറെ എന്തെങ്കിലും നോക്കണം. ഇവിടെ ഓംലെറ്റ് സാധനങ്ങളുണ്ട്, പക്ഷെ അത് അതാണ് പന്നി ഉണ്ടാക്കുന്നത്. അപ്പോൾ വേറെ എന്തെങ്കിലും കിട്ടുമെന്ന്
നിയർ ബൈ പോയവിടെ. അങ്ങോട്ട് ബീച്ചാണ്, അപ്പോൾ അവിടെ റേറ്റും കൂടും ചെയ്യും. പിന്നെ സാധനങ്ങൾ ഫുള്ള് ആ ടൈപ്പ് ആകാരം. അപ്പോൾ നമ്മൾ ഹോട്ടലിൽ നിന്ന് പറഞ്ഞത് ആ സൈഡിലേക്ക് പോയി കഴിഞ്ഞാൽ എന്തെങ്കിലും കിട്ടുന്നുള്ളതാണ്. ഹലാലോ അല്ലെങ്കിൽ വെജിറ്റേറിയൻ ഐറ്റംസൊക്കെ പോയി നോക്കാം. അപ്പോൾ ബ്രേക്ക്ഫാസ്റ്റ് കിട്ടുന്ന ഏതെങ്കിലും നല്ല ഷോപ്പുണ്ടോ എന്ന് നോക്കട്ടെ. അല്ലെങ്കിൽ വീണ്ടും ബണ്ണ് പിടിക്കേണ്ടി വരും. ഇവിടെ എവിടെ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് ഈ ഗ്രാബിൻ്റെ ആൾക്കാരെ കാണാം. നമ്മളെ നാട്ടിലത്തെ ഊബറിലേറെ ബെറ്റർ ആണ് കേട്ടോ. ഗ്രാബ് ബുക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഹലോ അയ്യോ ബോഡി മസാജ് ഇവിടെ ഉണ്ട്. അപ്പോൾ ഇന്നലെ ഓളെ ഞാൻ പരിചയപ്പെട്ടിരുന്നു. അപ്പോൾ പറഞ്ഞു തന്നതാ നമ്മളെ നാട്ടിലത്തെ ഊബർ ഓല അതിലേറെയൊക്കെ ബെറ്ററാണ്. ആപ്പ് വൈസും പിന്നെ ഡീലിങ്ങും. എക്സ്ട്രാ പൈസ നമ്മൾ ഊബറിൽ കയറി കഴിഞ്ഞാൽ ഓല എന്ത് ചെയ്യും, പൈസയും കാര്യങ്ങളും ഇത്ര പൈസ അത് ഇതൊക്കെ പറഞ്ഞിട്ട് വീണ്ടും അതായത് നമ്മൾ ഊബറിൽ കയറി കഴിഞ്ഞാൽ ആദ്യം എന്ത് ചെയ്യും, നമുക്ക് പോകാനുള്ള സ്ഥലത്ത് എത്തുന്നതിൻ്റെ മുന്നേ ഒരു ചോദിക്കും ഇതിൻ്റെ അടുത്ത് ഇത്ര പ്ലാൻ ഉണ്ട്, അതുണ്ട് ഇതുണ്ട്, അങ്ങോട്ട് പോയാൽ എത്ര പൈസ ചടപ്പിക്കും. പിന്നെ ഊബറിൻ്റെ വണ്ടികളും വൃത്തിയില്ലാത്ത വണ്ടികളായിരിക്കും നോർത്ത് ഇന്ത്യയിൽ. നമ്മുടെ നാട്ടിൽ പിന്നെ കേരളത്തിൽ പിന്നെയും കുഴപ്പമില്ല. അപ്പോൾ ഇവിടെ ഇപ്പം നമ്മൾ എവിടെ വന്നു കഴിഞ്ഞാലും ഈ ഗ്രാബുണ്ട്, മെഴ്സഡീസ് ബെൻസ് ഇതാക്കണേ വെച്ചാൽ അതൊന്നും ഇവിടെ ഒരു സംഭവമല്ല. കാരണം എല്ലാ വണ്ടികളും അത്യാവശ്യം നല്ല സെറ്റപ്പ് വണ്ടികളാണ്. പിന്നെ ഇങ്ങനത്തെ ഷോപ്പുകൾ ഉണ്ടാവും കേട്ടോ. അങ്ങനത്തെ ഷോപ്പുകളിൽ വന്നിട്ട് സാധനങ്ങൾ വാങ്ങുക, എന്തെങ്കിലും കുറച്ച് ബണ്ണ് എന്തെങ്കിലും വാങ്ങുക. ഹലോ അയ്യോ ബണ്ണ് സംഭവങ്ങൾ എല്ലാം ഉണ്ട്. ഇതാണ് നമ്മളെ മെയിൻ ഭക്ഷണങ്ങൾ. പിന്നെ ഇങ്ങനത്തെ കുറേ ഐറ്റംസ് ഉണ്ടാവും. അത് നമുക്ക് എന്ത് ചെയ്യാം, നമുക്ക് സെൽഫ് കുക്ക് ചെയ്യാം. പക്ഷേ അതിനുള്ള സൗകര്യം ഞാനവിടെ ഹോസ്റ്റലിൽ ഉണ്ടാവും ചിലപ്പോൾ കുക്ക് ചെയ്യാനുള്ളത്. ഇപ്പോൾ കുറച്ച് പിന്നെ ഇങ്ങനത്തെ എല്ലാ സാധനങ്ങളും ഇങ്ങനത്തെ മാൾ സെറ്റപ്പുകൾ ഉണ്ടാവും, ചെറിയ ചെറിയ ഗ്രോസറികൾ. പിന്നെ ഡ്രിങ്ക്സ് എന്തെങ്കിലും വേണം ആൾക്കാർക്ക് അത് വാങ്ങാം അവിടെ. സോഫ്റ്റ് ഡ്രിങ്ക്സ്, ആൽക്കഹോൾ സംഭവങ്ങളെല്ലാം ഉണ്ട്. ഇതാണ് ഞാൻ പറഞ്ഞത് മീറ്റുകൾ, കെബാബ്സ് സംഭവങ്ങളൊക്കെ അതൊക്കെ നമുക്ക് എന്ത് ചെയ്യാം, നല്ല ഷോപ്പുകളിൽ നിന്ന് വാങ്ങിയിട്ട് ഇതാക്കാം. ഫ്രൂട്ട്സും കിട്ടും കേട്ടോ, ചക്ക, മാങ്ങ. ഇത് നമ്മളെ മാന്തോളി നാരങ്ങയാണിത്. പിന്നെ ബട്ടർ, ഷമാമ ബട്ടറല്ല, പേരക്ക, ആപ്പിള് ഇതുണ്ടോ. അത് മറ്റേ അദ്ദേഹം കഴിച്ചിരിക്കുന്നത് കാശ്മീരിൽ നിന്ന് കഴിച്ചിരുന്നു. സ്ട്രോബെറി. ഇപ്പം നമ്മുടെ നാട്ടിൽ കാണാത്തപ്പോൾ എന്താണ് ഇദ്ദേഹം കണ്ടിട്ടില്ല. അതെന്താണ് തക്കാളിൻ്റെയൊക്കെ ചുറുക്കൊക്കെ. പഴം. അപ്പോൾ ലക്ഷങ്ങളെ കളിയാണ് ഇത്. ഒക്കെ 3 ബണ്ണുകളാണ്. ഇതൊരു കേക്കും. ലക്ഷങ്ങളുണ്ടെങ്കിൽ ഇവിടുത്തെ പൈസ 1000. ഇത് ഉറുപ്പിയുടെ ഇവിടുത്തെ 42. ഓക്കെ 50 and 2000. What? And 2000? Yeah, 2000. No, 2000 is Okay, what's the rate? Sorry, I didn't get 52. 52. 52. I give you 10,000. Okay. It's okay, fine. പൈസ കൊടുക്കുമ്പോൾ ചിലപ്പം പെടും, അത് നോക്കണം. ഇത് 100, ഇത് 200, ഇത് 10, ഇതൊന്ന്, ഇങ്ങനെയാണ് പൈസ. ഇതൊക്കെ ഇവിടെ വാങ്ങുമ്പോൾ 52 എന്ന് പറയുമ്പോൾ നമ്മുടെ നാട്ടിലത്തെ 173 റുപ്യേൻ്റെ അടുത്ത്. ഹായ്, നമുക്ക് എന്തെങ്കിലും ഡ്രിങ്ക്സ് എന്തെങ്കിലും വാങ്ങണമെന്ന് നോക്കട്ടെ. നമ്മൾ നോർമൽ അവിടെ നിന്ന് നമ്മൾ എടുത്തിരുന്നത് ഒരു ബനാനൻ്റെ ഒരു സാധനം ഉണ്ടായിരുന്നു, ജ്യൂസ് പോലെ. അത് താഴെ ഉണ്ടോ? Is it banana juice? The down one, is it that banana? This one is banana? Yes. Can you take like how many small one? No small. No small. Only big. No small. ഇതാണ് ബനാന ജ്യൂസ്. ഇതൊന്ന് വാങ്ങാം, തടിക്ക് നല്ലതാണ്. വാട്ട്സ് ദ പ്രൈസ്? Is it juice, right? Is it juice? Yes. Okay, what's the rate? 45.
5. അപ്പം ഇനി അടുത്ത പരിപാടി ഇത് എവിടെയെങ്കിലും ഇരുന്ന് കഴിക്കണം. ബ്രേക്ക്ഫാസ്റ്റ് ഡണ്ണ്. ഓക്കെ, അതിനിടയ്ക്ക് നമുക്ക് ഗ്രാബ് ബുക്ക് ചെയ്യാനുണ്ട്. കണ്ടോ, ഗ്രാബിൻ്റെ ടാക്സികളുണ്ട്. ഗ്രാബ് അല്ലാതെ ബുക്ക് ചെയ്ത് കഴിഞ്ഞാൽ പെടും. പിന്നെ നമ്മുടെ മറ്റേ ബീച്ചിൻ്റെ ബാക്കിയുണ്ട്, ഇവിടെയൊക്കെ ബീച്ചാണ്. അപ്പോൾ തൽക്കാലം ഇതൊരു സ്ട്രീറ്റാണ്, ഏതോ ഒരു ഷോപ്പാണ്. തുറന്നതിന് മുന്നേ ഇവിടുന്ന് കഴിച്ചു നോക്കാം. കുറേ ആൾക്കാർ ചോദിക്കലുണ്ട്, ആ വീഡിയോ കാണുമ്പോൾ ചില ആൾക്കാർ മെസ്സേജ് അയക്കുവേ, പൈസക്കാർക്ക് എന്തോ ആവാലോ പറഞ്ഞിട്ട്. സംഭവം നമ്മൾ പൈസ ഉണ്ടാക്കുന്നതും ഇങ്ങനെയാണ്. നമ്മളാദ്യം ട്രാവൽ ചെയ്യുന്നിട്ട് ആൾക്കാരെ കൊണ്ടുവരും, പിന്നെ നമ്മൾ ലാഭിക്കണതും ഇങ്ങനെയാണ്. എന്താണ് നമ്മളവിടുത്തെ പഞ്ഞിമുട്ടായില്ലേ, പഞ്ഞിമുട്ടായിൻ്റെ ടേസ്റ്റ്. ഹായ്, ഹൗ യു? ഗുഡ്. യു നീഡ് ഒന്ന് ഇംഗ്ലീഷ് അറിയാം വിഷയം. ഒരു സ്ഥലത്ത് നിന്നാണ് ഇങ്ങനെ വീഡിയോ നോക്കി ഒറ്റക്ക് വർത്താനം പറയല്ലേ, ഓരോരുത്തർ അവിടെ നിന്നൊക്കെ ചിരിക്കുക. ഹായ്, നമുക്ക് പോയി ശിശുണ്ടാവും. നമ്മളാരും ഉപദ്രവിക്കാതിരിക്കുക, നമ്മൾ യാത്ര ചെയ്യാം. കറക്റ്റ് വേസ്റ്റും കൊട്ടി കെട്ടി. കേട്ടോ, എന്തെങ്കിലും പറയാം. ബനാന ജ്യൂസ്. വിശപ്പൊന്നും അല്ലാതല്ല, കാരണം എന്താ പറയുക, വീട്ടിൽ വന്നു കഴിഞ്ഞാൽ എനിക്ക് ഇടയ്ക്കിടയ്ക്ക് വിശക്കും. അതിന് കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ ഇങ്ങനത്തെ വേസ്റ്റൊന്നും ഇതിലില്ല, ഇതൊക്കെ നമ്മൾ കയ്യിൽ വെക്കുക. അതാണ് നമ്മൾ പഠിക്കേണ്ട റെസ്പോൺസിബിൾ ടൂറിസം. ഇപ്പോൾ നമ്മളെ ഫുഡ് കഴിച്ചുകൊണ്ടിരിക്കുകയാണ്, കഴിഞ്ഞിട്ട് നമ്മൾ നേരെ വണ്ടി പോട്ടോ. അപ്പോൾ നമ്മൾ ഭക്ഷണം കഴിക്കൽ കഴിഞ്ഞു, ബ്രേക്ക്ഫാസ്റ്റ് ഡൺ. ബാക്കിയുള്ള നമ്മളെ കയ്യിലുണ്ട്. ഇനി നമ്മൾ ഗ്രാബ് ബുക്ക് ചെയ്തിട്ടുണ്ട്, ഗ്രാബ് ഇപ്പോൾ വരും. ഓക്കെ, അപ്പോൾ നമ്മൾ നേരെ പോണത് ഹോയ് ആൻ. ഓക്കെ, ഹോയാൻ. അപ്പോൾ നമ്മൾ ഗ്രാബ് വന്നു. ഹലോ Hello, you. Yeah. വാട്ട്സ് യുവർ നെയിം? My name is Tuấn. Tuấn. Okay. My name. What is your name? Sophie. ഷെഫി. അപ്പോൾ നമ്മൾ നേരെ ഇനി Let's go, you. ബാക്കി റൈഡിങ് രാവിലെ. അപ്പോൾ ഹോയാനിലേക്കുള്ള നമ്മളെ യാത്രയോടെ സ്റ്റാർട്ട് ചെയ്തു. അപ്പോൾ നമ്മളുള്ളത് സെൻട്രൽ വിയറ്റ്നാമിലാണ്. അപ്പോൾ നമ്മളുണ്ടായിരുന്നത്, നമ്മൾ വന്നത് സൗത്ത് വിയറ്റ്നാമിലാണ്. സൗത്ത് വിയറ്റ്നാം എന്ന് പറയുമ്പോൾ ഹോച്ചിമിൻ സിറ്റി ഒക്കെ ഉള്ള ഭാഗം. ഇപ്പോൾ ഉള്ളത് സെൻട്രൽ വിയറ്റ്നാമിലാണ്. ഇനി നമുക്ക് പോകാനുള്ളത് സെൻട്രൽ വിയറ്റ്നാമിൽ തന്നെയാണ് നട്രാങ്, അതേപോലെ തന്നെ നമ്മൾ കുറച്ച് സ്ഥലങ്ങളുണ്ട്. പിന്നെ ബനാ ഹിൽസ് നമ്മൾ ഇവിടുന്ന് പോകും, അടുത്ത വീഡിയോയിൽ കാണാം. ഇപ്പോൾ നമ്മൾ പോകുന്നത് ഹോയാൻ. ഓക്കെ, ലാൻഡ് സിറ്റി അങ്ങനെ ഒരു സാധനങ്ങളുണ്ട്. ഇന്നൊരു ഫുൾ ഡേ നമ്മൾ അവിടെ എക്സ്പ്ലോർ ചെയ്തിട്ട് പോയി. ഇപ്പം നാട്ടിൽ 9:43, ഇവിടെ ഏകദേശം ഒരു 11 മണി ആയി. അപ്പോൾ നോർത്ത് വിയറ്റ്നാം വരുന്നത് ഹാനോയ് ഒക്കെ ഉണ്ടോ. അപ്പോൾ നമ്മൾ ഗ്രാബ്. ഹായ്, ഹലോ, ഹൗ യു? Hello. വാട്ട്സ് യുവർ നെയിം? My name is Tuấn. My name is Tuấn. പറഞ്ഞല്ലോ. ഇവിടെ ഫുള്ള്
അഭ്യാസി തന്നെ. ഇതേപോലത്തെ ഒരുപാട് ഇതുണ്ടോ അത് ഇവിടുത്തെ. ദിസ് ഈസ് എ ഗ്രേവ്സ് റൈറ്റ്? ഗ്രേവ്സ്. You don't know English. Okay, sorry. ഇത് ഇവിടുത്തെ ശവക്കല്ലറകളാ തോന്നുന്നുണ്ട് കേട്ടോ. പഞ്ചർ വർക്ക് നോക്കി, പഞ്ചർ വർക്ക്, മൊബൈൽ പഞ്ചർ. ഇതേപോലത്തെ ഒരുപാട് സാധനങ്ങൾ ഫ്ലൈറ്റ് ഇറങ്ങുമ്പോൾ, ഫ്ലൈറ്റിൽ ഇരിക്കുമ്പോൾ നമുക്ക് ഇതേപോലെ കാണാം. നമ്മൾ തായ്ലൻഡും മലേഷ്യ ഒക്കെ പോകുമ്പോൾ നമുക്ക് മേളിൽ കാണുന്ന അതേ സാധനം ഇവിടെയും കാണാൻ പറ്റും. ഈ ഒരു സാധനങ്ങൾ ബുദ്ധ സ്റ്റാച്യു റൈറ്റ്? ബുദ്ധ ബുദ്ധ ടവർ. ഓക്കെ, ഒരു ടവർ ഉണ്ട് എൻ്റെ മുകളിൽ. കാണുന്നുണ്ടോന്ന് അറിയില്ല. എൻ്റെ അടി കൂടെ കണ്ടോ? നോ. ഓക്കെ, ഇവിടുത്തെ ബിൽഡിങ്ങുകളൊക്കെ, ബിൽഡിങ്ങുകളൊന്നും രക്ഷയില്ല. നല്ല രസമുള്ള സെറ്റപ്പുകൾ. ആ ബിൽഡിങ്ങിൻ്റെ മുകളിലൊക്കെ ഫുള്ള് മരങ്ങൾ, ആർട്ടിഫിഷ്യലാണ്. ഇതൊക്കെ എന്താ പറയുക, ദുബായ് കോപ്പിയാകാരം അല്ലേ? ഇത് ഫുള്ള് മരങ്ങൾ, പാം ട്രീസ്. വീണ്ടും ഇവിടുത്തെ ഇത് മാർബിൾ കൊണ്ടുള്ള ഒരുപാട് സാധനങ്ങൾ കൂടെ കാണാൻ പറ്റും കേട്ടോ. മാർബിളിൻ്റെ ഒരു ബിസിനസ് വേണമെങ്കിൽ ഇവിടെ നമുക്ക് അന്വേഷിക്കാൻ വേണമെങ്കിൽ സെറ്റപ്പാക്കാം. ഫുള്ള് എവിടെ നോക്കിയാലും ബൈക്കാണ്. അങ്ങനെ നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്ന വഴി ഒരു പെട്രോൾ പമ്പിൽ നിർത്തിയതാണ്. ഇതാണ് ഇവിടുത്തെ പെട്രോൾ പമ്പ് ഇടം. ഇവിടുത്തെ പെട്രോളിൻ്റെ റേറ്റ് വെച്ച് നോക്കട്ടെ. 50 50 ഇല്ല, അറിയില്ല. നമുക്ക് നോക്കാം, അടുത്ത പെട്രോൾ പമ്പിൽ നോക്കാം. ഡ്രൈവർ ഏത് വഴിയിലേ തീരെ പോവാണ്. ഇവിടുത്തെ ഡ്രൈവർമാരൊക്കെ ഫോൺ യൂസ് ചെയ്യുമോ അത് നോക്കണം കേട്ടോ. കാരണം ഒരു വീഡിയോ കോളിലൊക്കെ കയറാം, അത് നമുക്ക് ബുദ്ധിമുട്ടും. പിന്നെ ഭയങ്കര ദേശസ്നേഹമുള്ള ആൾക്കാർ കേട്ടോ. ഫുള്ള് നോക്കി, എവിടെ നോക്കി കഴിഞ്ഞാൽ കൊല കൊടിയാണ്. റിപ്പബ്ലിക് ഓഫ് വിയറ്റ്നാം. അങ്ങനെ നമ്മൾ വേറൊരു പൂപ്പറയ്ക്ക് കയറിട്ടോ. പോയി നല്ല സ്പീഡിലാണ് പോയി. നമ്മൾ പോകുന്നതിനിടയിലേ വണ്ടി നിർത്തിച്ചാണ്. പെരുമ്പോക്ക് ഒന്ന് റെസ്റ്റ് എടുക്കട്ടെ. നമ്മൾ ബാംഗ്ലൂർക്ക് പോയിട്ടുണ്ടേ, അത്യാവശ്യം സ്പീഡായതുകൊണ്ട് ഊരവേദനുണ്ടെങ്കിൽ. ഹായ്, ഹലോ. മുക്കുമാരടോ. ഹലോ, ഹായ്, ഹൗ ആർ യു? ഗുഡ്. ഇതുണ്ടോ പല രീതിയിലുള്ള മീൻ. ഫിഷ്, ഫിഷ്. ഷോ മീ ഫിഷ്. സംഭവം ഇവിടെ കാറ്റ്, ആനോയിലൊക്കെ നല്ല കാറ്റ്, കൊടുങ്കാറ്റുണ്ടല്ലോ. ഇവിടെയും ചെറിയ കാറ്റ് വരുന്നുണ്ട്. എന്തായാലും പിന്നെ കാറ്റ് നോക്കൂല, നമ്മൾ പോവാണ്. ഒക്കെ ഒരു കാറ്റാണ് അറിയില്ല. ഫോറിനേഴ്സ് സൈക്കിൾ എടുത്തോണ്ട്. ഹലോ, നമ്മൾ കേരളത്തിലെത്തി. കേരളം സ്കൂട്ടറാളോ എന്താ ലുക്കില്ലേ? ഇതിലൊക്കില്ല. ചെറുപ്പത്തിൽ നമ്മളിങ്ങനെ ഉത്സവമാകൂലേ, അങ്ങനത്തെ രസമുള്ള സാധനം. ട്രാഫിക് ജാം എവിടെ ഉണ്ടെങ്കിലും അത്രയും ഫോളോ ചെയ്യുന്ന ആളുകളുമാണ്. ഒരു പെണ്ണ് നോക്കി, ബൈക്ക് നോക്കി, ചെറിയ വെറുതെ രസമല്ലേ അതിൽ കണ്ടോ? അതിൽ പോയി. അതിലൊക്കെ എല്ലാവരും കൂടുതലും ബൈക്കിലാണ്. പിന്നെ ഭയങ്കര ഹോൺ അടിച്ചാണ്ടില്ല, ബുദ്ധിമുട്ടിപ്പിക്കലില്ല. എപ്പോഴെങ്കിലുമൊക്കെ റോങ് സൈഡ് കയറുന്ന സമയത്ത് ബാക്കിൽ നിന്ന് വലിയ വണ്ടികൾ ഹോണടിക്കും. ബൈക്കാരൊക്കെ ഹോണടി കുറവാണ്. പിന്നെ കാറ്റ് വരുന്നുണ്ട് മക്കളെ. സോഷ്യലിസ്റ്റ് റിപ്പബ്ലിക് ഓഫ് വിയറ്റ്നാം. അങ്ങനെ നമ്മൾ ഹോയാൻ സിറ്റിയിലെത്തിയിട്ട്, ഇതാണ് ഹോയാൻ സിറ്റിയിലെ കാഴ്ചയാണ് ഇപ്പോൾ കണ്ടിട്ടുള്ളത്. ഹലോ. ഇവിടുത്തെ ബിൽഡിങ്ങുകളൊക്കെ നല്ല രസമല്ലേ കാണാൻ. ലാൻഡ് നഗരം എന്നാട്ടോ ആനോയി അറിയാവുന്നൊരു, അതിനെക്കുറിച്ച് ഞാൻ പഠിക്കേണ്ടത്. ഞാൻ ഇപ്പോൾ പറഞ്ഞതാണ്. ഇതാണ് ഇവിടുത്തെ ഫേമസ് കനാല്.
ഇത് കാണാനുണ്ട് കേട്ടോ മക്കളെ. നമ്മളെ ഗ്രാബ് ഇവിടെ എത്തി. നീ ഗ്രാബായിട്ട് പൈസ കൊടുക്കട്ടെ. ഹെൽമെറ്റ് ഹെൽമെറ്റ് You need helmet? Oh. Yeah. Money, no money. No money. No. No money. അപ്പോൾ നമ്മൾ പൈസ കൊടുക്കട്ടെ. 5 ലക്ഷം കൊടുത്തു. 103 നമ്മളെ ചാർജ്. ലക്ഷങ്ങളുടെ ഇതാണ്. പൈസ കൊടുക്കുമ്പോൾ ശരിക്കും നോക്കണ്ട, അല്ലാന്നുണ്ടെങ്കിൽ പെടും. ഓക്കെ, അപ്പോൾ ഇതാണ് ഹോയ് ആൻഡ് ലാൻഡൻ സിറ്റി. അപ്പോൾ ഞാനിവിടെ ഒന്ന് പഠിക്കട്ടെ. 26 കിലോമീറ്റർ നമ്മൾ വണ്ടി പോകുന്നു. ഇവിടുത്തെ ബിൽഡിങ്ങുകളൊക്കെ ഫുള്ള് കളർഫുള്ളായിട്ട് കേട്ടോ, നല്ല രസമായിട്ട്. അപ്പോൾ പൈസ നമ്മൾ കൊടുക്കുന്ന സമയത്തേ നല്ല സെറ്റപ്പിൽ അത് പറ്റിക്കും. അത് നോക്കണം. എല്ലാവരും ഇല്ല, ചില ആൾക്കാർ 100% ജെന്യൂനാണ് കേട്ടോ. ഇപ്പോൾ ജസ്റ്റ് ഇങ്ങനെ നമ്മൾ ആദ്യമായിട്ടാണ് ഈ ഒരു ചങ്ങായി ഒരു 20 റുപ്യ അങ്ങനെ ഹോൾഡ് ചെയ്തു. നമ്മൾ പൈസ നമുക്ക് അറിയില്ല നോക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഞാൻ ഓനോട് നിൽക്കാൻ പറഞ്ഞിട്ട് ഫുള്ള് നോക്കിയിട്ടാണ് തരാം. അപ്പോൾ അതിൽ 20 റുപ്യ കുറവുണ്ടായിരുന്നു. അതിൽ ഓനകത്തൊന്നും ചെയ്തു. നമുക്ക് അറിയില്ല എന്ന് മനസ്സിലാക്കി കഴിഞ്ഞാൽ ഓനോട് കൂടും ചെയ്യും. അപ്പോൾ ഇതാണ് ഇന്ത്യൻ റെസ്റ്റോറൻ്റ് ഉണ്ടല്ലോ ഇവിടെ. ഇന്ത്യൻ റെസ്റ്റോറൻറ്റിൽ മലയാളീസോ ഇന്ത്യക്കാരോ ഉണ്ടോക്കട്ടെ. എന്നിട്ട് നമുക്ക് നോക്കാം. ठीक है. अब हम लोग और इंडियन रेस्टोरेंट लेते हैं. इंडियन रेस्टोरेंट सब इंडियन खाना वगैरह है ना यहाँ पर. ब्रांडी इंडियन है. आप कहाँ से? मैं कोलकाता. आपका नाम क्या? मेरा नाम चंद्रशेखर विश्वास. ये आपका खुद शॉप है? नहीं, मेरा आप काम कर रहे हैं? काम कर रहा हूँ. मेरा 8 ब्रांचेस है. अच्छा, यहाँ आकर के काली हिंदी अभी बोल रहे हो? फर्स्ट टाइम बोल रहे हो? एक्चुअली मैं केरला से हूँ. तो जब നമ്മളിവിടെ എത്തിയ സമയത്ത് ആദ്യമായിട്ട് നമ്മൾ ഇന്ത്യക്കാരനെ കാണുന്നത്. കുറേ ഇന്ത്യക്കാർ അവിടെ ഒക്കെ ഉണ്ട്. അപ്പോൾ ഓക്കെ ബൈ, താങ്ക് യു. അപ്പോൾ നമ്മളിവിടെ എത്തിയ സമയത്ത് ഇനി നമുക്ക് മൂപ്പരോട് കുറച്ച് കാര്യങ്ങളൊക്കെ ചോദിച്ചു. പിന്നെ നമ്മൾ ഐറ്റനറിയിലും കുറേ ഐറ്റനറികളും കുറേ സാധനങ്ങളൊക്കെ നമ്മൾ റെഫർ ചെയ്തിരുന്നു. അപ്പോൾ ഇനി നമുക്കുള്ളത് ഈ പോക്കാണ് എനിക്ക് ഏറ്റവും ഇഷ്ടം. കാരണം ഇനിയിപ്പോൾ നമ്മളെ പാക്കേജ് എടുത്തിട്ട് നമ്മൾ ആളുകൾ കൂടെ ഇപ്പോൾ ഇന്ത്യയിലോ അല്ലെങ്കിൽ ബാക്കിയുള്ള സ്ഥലങ്ങളോ നമ്മൾ കൂടെ വരുന്ന ആൾക്കാരെയും നമ്മൾ ഇങ്ങനെ കൊണ്ടുപോകല്ലോ കേട്ടോ. ചോദിച്ച് പോവാം. പുതിയ എക്സ്പ്ലോറേഷൻസ്. വെറും കാല് ബിൽഡിങ്ങും കാര്യങ്ങൾക്ക് നിങ്ങൾക്ക് പെർഫെക്റ്റ്ലി ഒരു പാക്കേജ് എടുത്ത് പോയി കഴിഞ്ഞാൽ ആ നല്ലത്. അപ്പോൾ ഇപ്പോൾ ഈ ആൻഷ്യൻ്റ് വില്ലേജും കാര്യങ്ങളൊക്കെ നമ്മളിപ്പോൾ ആദ്യം ഇവിടുന്ന് കോക്കനട്ട് വില്ലേജിലേക്ക് പോകാം. ഹലോ, ഹൗ യു? ഗുഡ്. വാട്ട്സ് യുവർ നെയിം? Nia. Welcome from India. India? Yeah. Oh, no. Nice to meet you. You can meet you. Would Oh. you like something here? They have one. No, actually I don't Already need any. inside India, Vietnamese. What's the price? You try you looking. What's the price? Very nice. 350. I will come after a while. No, not now. Actually I don't wear the caps now. Inside. This I need not now. When I'm going back, I will. Need a black one. Yes. Okay. Very handsome. Very handsome. What's your name? My name is Shafiq. Papi. Shafi. Papi. Shafi. Shafi. Papi. Sha. Safi. Fi. Shafi. Safi. Shafi. അപ്പോൾ ഇവിടെ കെട്ടിയാലോ? How many days the Hoya? Hoyang only 1 day. Staying in Da Nang. After this I will go to Nha Trang or Phuket Island or Hanoi. Then back to Ho Chi Minh. Then back to India. Welcome to India. Nice to meet you. No, how long? Halong Bay danger now. I think it will be closed and all. അപ്പോൾ ഇതാണ് ഇത്. Very handsome man. താങ്ക് യു. ഇവിടെ നമ്മൾ സൂചിപ്പിക്കേണ്ടത് വാങ്ങാൻ വേണ്ടിയിട്ട്. How old are you?
How old are you? 30. 28. 20. Yeah. Oh, 28. 28. Yeah, you? For 44. 44. Okay. Khadijim. Very young how out. മുഹമ്മദാണോ? Very young how out. ഓക്കെ ഓക്കെ. അപ്പം നമ്മൾ ഇത് ഇവിടെ വെച്ചാൽ നമ്മൾ നേരെ അങ്ങനത്തെ ആ വില്ലേജുകളൊക്കെ ഒന്ന് ഇറങ്ങാൻ പോകുന്നുണ്ടോ. അപ്പോൾ ഇതാണ് ഇവിടുത്തെ ഫേമസ് ഫ്രഞ്ചും എന്തെങ്കിലും പറയാം, കുറേ പേരുകൾ അറിയപ്പെടുന്നുണ്ട്. ഇങ്ങനത്തെ ഒരുപാട് ടൂറിസ്റ്റുകളുണ്ട് ഇവിടെ കേട്ടോ. മറ്റേ എന്തെങ്കിലും പറയാം പേരിട്ടില്ല. സിറ്റി, അതായത് നിങ്ങൾ വീഡിയോസിലൊക്കെ കാണുന്ന രൂപത്തിലുള്ള കുറേ സാധനങ്ങൾ, പിന്നെ ഓപ്പൺ ജിമ്മ് സാധനങ്ങൾ. ഇവിടെ വരാൻ വേണ്ടിയിട്ട് ബെസ്റ്റ് ടൈം നൈറ്റാണ് തോന്നുന്നുണ്ട്. കാരണം നമ്മൾ വീഡിയോസിലൊക്കെ കണ്ടത് നൈറ്റ് ലൈഫാണ്. മീൻസ് നൈറ്റ് ഇതേപോലെ ബോട്ടിൽ ഇങ്ങനെ പോവാ, ഇങ്ങനെ എക്സ്പ്ലോർ ചെയ്യുക, പിന്നെ നല്ല രീതിയിൽ പ്രാക്ടീസ് ചെയ്യുക. ഓ, ഇതിങ്ങനെ ലൈറ്റ് ഇട്ടുണ്ട്. ലാൻഡേൺ ബീച്ച് കൂടെ ഉണ്ട്. അതേപോലെ തന്നെ ഇത്തരത്തിലുള്ള തോണികളിൽ ഇതാക്കണേ നമ്മളെ ഷിക്കാര പോലത്തെ സാധനങ്ങളിൽ ഇങ്ങനെ പോവുക. അതൊരു ആർട്ടിഫിഷ്യൽ ലേക്കാണ് തോന്നുന്നുണ്ട്. അപ്പോൾ നമ്മൾ ഇനി ഇവിടുന്ന് നേരെ പോണത്, ഇവിടെ അധികം സ്പെൻഡ് ചെയ്യില്ല. ഇപ്പോൾ നമ്മൾ വൈകുന്നേരം വരും. ഇപ്പം നമ്മൾ നേരെ മറ്റേ കോക്കനട്ട് ഗാർഡനിലേക്ക് പോവാണ്. അവിടെ പോയി കഴിഞ്ഞാൽ കുറച്ച് ആക്ടിവിറ്റീസും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. ഇതിലേ ഒന്ന് ഡേ വ്യൂ കാണിച്ചു തരാം. നൈറ്റ് ഒന്നുകൂടി നമുക്ക് വരാം. ഇവിടെ എന്തോ കോൺക്രീറ്റ് ഇട്ടുണ്ട്, നമ്മൾ ചെറുത് ചവിട്ടി നാസാക്കണ്ടല്ലോ. പർച്ചേസ് ചെയ്യാനൊക്കെ നല്ല സെറ്റപ്പ് ഉണ്ട് കേട്ടോ. എന്തായാലും ഇങ്ങനെ പോയി നോക്കാം. അപ്പോൾ ഇങ്ങനത്തെ ഒരുപാട് സംഭവങ്ങളാണ്. ഒക്കെ ഇവിടുത്തെ കടകളൊക്കെ എന്താ പറയുക പുറത്തേക്ക് ഇതേപോലെ ഇറക്കി വെച്ചുകൊണ്ടാണ് ഫുള്ള്. ഇതൊക്കെ നൈസ് ആംബിയൻസ് ഉണ്ട്. അപ്പോൾ നമുക്ക് ഹലോ ഫുള്ള് ബോഡി മസാജ് സ്പാണ്. നമ്മളെ തായ്ലൻഡിലത്തെ പോലെ ഇതില്ല, ഇത് സെക്സ് ടൂറിസം അല്ല തോന്നുന്നുണ്ട്. പക്ഷേ ബാക്കി ജെന്യൂനാണ് കേട്ടോ. വേണ്ട ആളുകൾ കയറാം, വേണ്ടാത്ത ആളുകൾ കയറാതൊക്കെ. നമ്മളിതാണ് കയറിയിട്ടില്ല. നേരെ കുറച്ച് ഫോട്ടോസ് എടുക്കണമല്ലേ ഞങ്ങൾ കാണുന്നുണ്ടോ ഇല്ലല്ലേ? അതിൻ്റെ ഒരു ഫോട്ടോ എടുക്കാം. ഫുൾ ഫാമിലികളും കുറേ അടിപൊളി നൈറ്റ് വരെ അങ്ങോട്ട്. ഇതൊക്കെ തോണികൾക്ക് ഇങ്ങനെ അവിടെ നിന്ന് ഇങ്ങനെ വരുമ്പോൾ ഇറങ്ങാനുള്ള, അവർക്ക് തോണിക്ക് ഇറങ്ങാൻ കയറാനുള്ള ഏരിയകളുണ്ടോ. ഒരു പക്ക ഒരു ആർട്ടിഫിഷ്യൽ. ഇപ്പം നമ്മൾ ദുബായിലെ മറ്റത്തുണ്ടല്ലോ, എന്തായാലും പറയാ, എന്തായാലും പറയാ, ഒരു ഓൾഡ് സ്ട്രീറ്റ്, പേരും കിട്ടില്ല, ഒരു അറിയെങ്കിൽ കമൻറ്റ് ചെയ്യും. അതേപോലത്തെ ഒരു സെറ്റപ്പ്. അത് ഒരു ഓൾഡ് ട്രഡീഷണൽ ആൻഷ്യൻ്റ് സാധനങ്ങളാണ് വെച്ചിക്കണമെങ്കിൽ ഇതൊരു അതിൻ്റെ വിഭിന്നമായിട്ടുള്ള വേറെ സാധനം. ഫുൾ മോഡേൺ സംഭവം കേട്ടോ. അപ്പോൾ ഫുള്ള് ഇവിടെ ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. സോ സംഭവം നൈസാണ്. ആംബിയൻസ് വേറെ ലെവല്. പക്ഷെ ചെറിയൊരു ചൂടുണ്ട്. പിന്നെ നട്ടുച്ചയാണ് സമയം. ഇത് ഇവിടുത്തെ എന്തോ ഒരു ബുദ്ധ ടെമ്പിളോ എന്തോ ആണ്. ചങ്ങായി, യു ആർ ഫ്രം ഇന്ത്യ? Sri Lanka? Okay, look like. I'm from India, Kerala. Okay. അപ്പോൾ ഫാമിലിയും കൊണ്ടാണ്. ഇതിവിടെ എന്തോ ടിക്കറ്റ് കൗണ്ടർ എന്തോ ഉണ്ട് തോന്നുന്നുണ്ട്. കേട്ടോ നല്ല രസമുള്ളൊരു പക്ക ഒരു ഒന്നുകൂടെ ഒരു യൂറോപ്യൻ ടച്ചുള്ള കുറേ ബിൽഡിങ്ങുകൾ. ഹലോ, ഇത് ഇവിടുത്തെ എന്തോ ഒരു ടെമ്പിളാണ് കേട്ടോ. വിശ്വാസങ്ങളില്ലാത്ത ഏരിയയാണ്. മീൻസ് അപ്പോൾ അതായത് എന്തെങ്കിലും പറയാം, റിലീജിയസ് ആൾക്കാർ കുറവാണ്. പക്ഷേ എന്നാലും കുറച്ചൊക്കെ ഉണ്ട്.
കാഴ്ചകളൊക്കെ നല്ല രസമല്ലേ? Tết nó ở đằng trên rồi. ഇതും ആ അമ്പലമാണ് തോന്നുന്നുണ്ട് കേട്ടോ. പിന്നെ കുറേ കഫേകൾ അങ്ങനത്തെ കുറേ സംഭവങ്ങളാണ്. നല്ല രസമുള്ള കുട്ടികളിതാ കൊറിയക്കാരൻ. ഹായ്. ഇതെന്താണ്? ഇവിടെ എന്തോ ഉണ്ട്. ഇതാണ് അമ്പലേ. Ủa có thể không phải അയ്യോ ആ ചെക്കൻ നമ്മളവിടുന്ന് കണ്ടിരുന്നു. ഹേയ് യു പറഞ്ഞു. ഇതിങ്ങനൊരു കുറേ അമ്പലം, അത് അമ്പലമല്ല, ഇവിടുത്തെ എന്തെങ്കിലും പറയാം, ടെമ്പിളല്ല, അങ്ങനത്തെ ഒരു ബുദ്ധ സ്റ്റാച്ചുവിൻ്റെ ഒരു പരിപാടിയാണ്. അപ്പോൾ ഇതൊക്കെയാണ് ഇവിടുത്തെ കാഴ്ചകൾ. എല്ലാ സ്ഥലത്തും അങ്ങനെ ഒരു നാണയത്തിൻ്റെ ഇരുവശങ്ങളെന്ന പോലെ അങ്ങനത്തെ ആൾക്കാരും ഈ ഒരു കൺട്രിയുടെയും ഏത് ടൂറിസ്റ്റ് പ്ലേസിൻ്റെയും ഏത് രാജ്യത്തിൻ്റെയും ഭാഗമാണ് അല്ലേ. അങ്ങനത്തെ ആൾക്കാരുണ്ട്. ഓലാണ് ഇങ്ങനത്തെ സ്ഥലങ്ങളൊക്കെ ഇത്രയും ക്ലീൻ നീറ്റായിട്ട് നിലനിർത്തുന്നത്. ഹലോ ഹൗ യു. ഇത്തരത്തിലുള്ള സാധനങ്ങളുണ്ടോ? എനിക്ക് അങ്ങനെ സാധനങ്ങൾ വാങ്ങാൻ പോതില്ലായിട്ടല്ല, അതിന് പൈസ ഇല്ലാത്ത പ്രശ്നമല്ല. കാരണം എന്താ പറയുക, ഓരോന്നത് വാങ്ങിക്കഴിഞ്ഞാൽ ഞാൻ പിന്നെ ലഗേജ് കൊണ്ട് ബുദ്ധിമുട്ടും. നമ്മൾ ലഗേജ് കറക്റ്റ് 7 കിലോ ആണ്. അപ്പോൾ ഞാൻ ഇപ്പോൾ മാക്സിമം സ്ഥലങ്ങൾ എക്സ്പ്ലോർ ചെയ്യാൻ വേണ്ടി വന്നു. പർച്ചേസിങ്ങിന് പിന്നെ നമുക്ക് ഇതാണ് ഫാമിലിയൊക്കെ ആയിട്ട് വരുമ്പോൾ ഉള്ളത്. ഫോട്ടോ എടുക്കാൻ വേണ്ടിയിട്ട് വരുന്ന ആൾക്കാരുണ്ടല്ലോ, ഇവിടെ 3 ഫോട്ടോ എടുത്തുണ്ട്. അമ്മമാരി ഫോട്ടോ സ്പോട്ടാണ്. അത് നല്ലൊരു ക്യാമറയും കൊണ്ടൊക്കെ വരികയാണെങ്കിലല്ലോ മക്കളെ. അതായത് ഒരു വെഡ്ഡിങ് പോസ്റ്റ് വെഡ്ഡിങ്ങോ അല്ലെങ്കിൽ നിങ്ങൾ ട്രാവൽ ചെയ്യുന്ന സമയത്തേ നല്ലൊരു ഫോട്ടോഗ്രാഫർ നിങ്ങളെ കൂടെ ഉണ്ടെന്നുണ്ടെങ്കിൽ സെറ്റപ്പാണ്. അപ്പോൾ ഇതിപ്പോൾ പറയുന്നത് പ്രൊമോഷന് വേണ്ടിയിട്ടല്ല. നമ്മളെ കൂടെ നിങ്ങൾ വരുന്ന സമയത്ത് വന്ന ആൾക്കാർക്ക് അറിയാൻ പറ്റും. നമ്മൾ ഒരാൾ അതിനായിട്ടുണ്ടാവും. മിക്കവാറും ഞാൻ തന്നെ ഉണ്ടാവും നിങ്ങളെ ഫോട്ടോസും വീഡിയോസൊക്കെ എടുത്തരാൻ വേണ്ടിയിട്ട്. ഓക്കെ, അപ്പോൾ ഇതാണ് ഇതിൻ്റെ പ്ലേസ്. അടക്കം ഓരോ നൈസ് വില്ലേജുകളുണ്ടോ. That's so cool. Wait, that quality is so good. Oh, awesome. It's so blurry. There's a few blurry ones at the end. But the rest are fine. There's just some blurry ones. Let me check if I can edit. You guys are busy? Yeah, we're going back to our hostel. Okay. Yeah. But that's all right. Do you want me to go again? Yeah. It's kind of good. Can you click? Can I go again? Yeah. Yeah. Where you guys are from? they're shaking this time. Australia. Australia. Yeah. You send mobile your phone, please. Bye bye. Oh. Đây, nhỏ đi đây, to đi bên này. Yeah. Hopefully. Oh, that's cool. Is it good? Yeah. Let's take a selfie. Well, I reckon that's good. Let's take a selfie. Yeah. I will hold this. Ah. Hi. Thank you. Ready? Yeah. Here we go.
Hello. Hello. Okay. There you Actually, go. I'm a vlogger. That's it. Oh, Thank you. see ya. സോ അടിപൊളിയായിട്ടുള്ള ഫോട്ടോ സ്പോട്ടാണ് ഈ ഒരു സ്ഥലം. നിങ്ങൾ വിയറ്റ്നാമിൽ വരികയാണെങ്കിൽ ഡനാങ്ങാണ് എയർപോർട്ട് വരിക. ഡനാങ്ങിന് പിന്നെ എന്ത് ചെയ്യണം, നിങ്ങൾക്ക് നേരെ ഇങ്ങോട്ട് ഒരു 25 കിലോമീറ്റർ ഉണ്ട്. ഗ്രാബ് ബുക്ക് ചെയ്തിട്ട് വരാൻ പറ്റും. ഓക്കെ, നമ്മൾ ഇവൻറ്റിൽ പാക്കേജിലൊക്കെ നമ്മൾ ഇൻക്ലൂഡ് ചെയ്യും. അപ്പോൾ സംഭവം നൈസാണ്. കുറച്ച് നേരം ഇങ്ങനെ കാഴ്ചകൾ കണ്ടോളൂ കേട്ടോ. അപ്പോൾ മെയിൻലി ഇങ്ങോട്ട് വരാൻ പറ്റിയ ടൈം നൈറ്റാണ്. പക്ഷെ ഇപ്പം നമുക്ക് കോക്കനട്ട് ഗാർഡനിൽ പോകണ്ട്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ ഗ്രാബ് ബുക്ക് ചെയ്യണം. ഓക്കെ, ഇതേപോലത്തെ ടൂറിസ്റ്റ് സംഭവങ്ങൾ ഇവിടെ മേക്കായിട്ടുണ്ട് കേട്ടോ. പിന്നെ നൈറ്റ് ഇതേപോലെ പാട്ട് പരിപാടിയൊക്കെ ഉണ്ടാവും. കോഫികളാണ് കൂടുതൽ. കോഫി നല്ല അടിപൊളി സ്മെല്ലുണ്ട്. പിന്നെ നല്ല നമ്മളെ ബീഫിൻ്റെ ഒക്കെ സ്മെല്ലുണ്ട്. പക്ഷെ ബീഫ് അല്ലത്. സോറി, ഒരു ഫോട്ടോ എടുക്കണം. അപ്പോൾ അതിൻ്റെ ഇടയിൽ കൂടെ പോകുമ്പോഴേ സോറി പറയണം. ലൈക്ക് മാനറിസം വി ജസ്റ്റ് ലേൺ ഇൻ ബിറ്റ്വീൻ അവർ ട്രാവൽ ആണോ. അയ്യവാ, ഒരു വീഡിയോ എടുത്താൽ കേൾക്കാം. എന്തായാലേ ഭംഗി. നമ്മളെ നാട്ടിലൊക്കെ ഇങ്ങനത്തെ ഇത്രങ്ങാൻ സ്ഥലങ്ങളുണ്ട്. നമ്മളെ ടൂറിസം ഡിപ്പാർട്ട്മെൻറ്റൊക്കെ ഇങ്ങനത്തെ പരിപാടികൾ സെറ്റ് ചെയ്തുകൂടെ. എന്തോ ഒരു ചുരുക്കമായിരിക്കും. ടൂറിസ്റ്റുകളുടെ ഒരു ഒഴുക്കാകാരം നമ്മളെ നാട്ടിൽ സത്യമായിട്ട് അല്ലേ. അതായത് നല്ല നീറ്റ് ആൻഡ് ക്ലീനിൽ കൊണ്ടുനടക്കാൻ നമ്മളെ നാട്ടിൽ മഞ്ഞില്ല എന്നുള്ളൂ. മഞ്ഞ് വേണ്ട, ബാക്കിയെല്ലാം നമുക്ക് ഇടുന്ന കേരളത്തിൽ ഇല്ലാത്ത എന്താണ് ഇതേപോലത്തെ ടൂറിസ്റ്റ് നമുക്കൊക്കെ ആക്കാൻ പറ്റും. നമ്മളെ 85 സംതിങ് കൊടുക്കണം നമുക്കൊരു $1 കിട്ടണമെങ്കിൽ. അപ്പോൾ നിങ്ങൾ ആലോചിച്ച് നോക്കി നമ്മളെ നാട് എത്രത്തോളം ഡൗൺ ആണെന്നുള്ളത്. ഡെവലപ്പിംഗ് ആണെന്നൊക്കെ പക്ഷേ ഡെവലപ്ഡ് അല്ല, അണ്ടർ ഡെവലപ്ഡ് ആണ്. നമുക്ക് ഡെവലപ്ഡ് കൺട്രിയിലേക്ക് നമുക്ക് മാറ്റാൻ പറ്റും. നമ്മളിപ്പോൾ ഒരു 4-5 രാജ്യം വിസിറ്റ് ചെയ്തുകൊണ്ട് പറയല്ലോ. 7ാമത്തെ രാജ്യമാണിത് നമ്മൾ വിസിറ്റ് ചെയ്യണത്. ഇവിടെയൊക്കെ നമ്മൾ കണ്ട സാധനങ്ങൾ ഇതാണ്. ഭയങ്കര ഒരു എന്താ പറയുക, ഡെവലപ്പിംഗ് പരിപാടികൾക്കുള്ള ഒരുപാട് ഇൻഫ്രാസ്ട്രക്ചറിൻ്റെ ഡെവലപ്മെൻറ്റ്, അതിലുള്ള ഗ്രോത്ത് കൊടുക്കുമ്പോൾ എന്ന് വെച്ചാൽ ഫോറിനേഴ്സ് വരും. എങ്ങനെ പറയാം, അങ്ങനെ ആരോടാ പറയണില്ലേ, ഒരു നാൾ വരികയായിരിക്കും നമ്മളതൊക്കെ. അങ്ങനെ അത്യാവശ്യം നല്ല രീതിയിൽ ഇവിടെ എക്സ്പ്ലോർ ചെയ്യാണ്ട് നമ്മളിനി ഇവിടുന്ന് ഇതിൻ്റെ നൈറ്റ് കാഴ്ചകൾ നമ്മൾ അടുത്തൊരു വീഡിയോയിലായിട്ട് വരും. ഇപ്പോൾ നമ്മളിനി നേരെ കോക്കനട്ട് ഇതിലേക്ക് പോവാണ്. നൈറ്റ് ചിലപ്പോൾ നമ്മൾ സുഹൃത്തും ജോയിൻ ചെയ്യും. വരുമ്പോൾ നിങ്ങൾക്ക് കാണാം. അപ്പോൾ നാട്ടിൽ നിന്ന് പോന്നിട്ടുണ്ട് പറഞ്ഞിട്ടുണ്ട്. അങ്ങനെയാണ് നമുക്ക് ഇവിടെ നിർത്തിയിട്ട് കാണാം. അപ്പോൾ നമ്മൾ നേരെ ഇതിൻ്റെയൊക്കെ നൈറ്റ് വേറെ വ്യൂ ആയിരിക്കും. അപ്പോൾ നൈറ്റിൽ നമുക്കിനി കാണാം. ഓക്കെ, അപ്പോൾ അടുത്തൊരു വീഡിയോയിൽ വീണ്ടും കാണാം. ആദ്യമായിട്ടാണ് കാണണമെങ്കിൽ ജസ്റ്റ് സബ്സ്ക്രൈബ് ചെയ്തോ.